back to Asylum Learning. It's me, Mufida. So, മക്കളെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങളിലെ 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കാണുന്ന ടോപ്പിക്സുകളെല്ലാം പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വേണം നാളെ നിങ്ങൾ എക്സാമിന് പോകാൻ കേട്ടോ. പിന്നെ ടെൻഷൻ ആവണ്ട, നമ്മൾ ഉഷാറാക്കും നാളത്തെ പരീക്ഷ. ഇന്ന് രാത്രി നടക്കുന്ന മെഗാ മാരത്തോൺ ലൈവ് ആരും മറക്കണ്ട, 7:30 മറക്കണ്ട. ഓക്കെ, റെഡി? സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ ഉണ്ട്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ അയാൻ, അതാണ് നമ്മുടെ അയാൻ എന്ത് ചെയ്യാണ്? എയിൽ നിന്നും ബി വഴി സിയിലൂടെ ഡിയിലേക്ക് എത്തിയിട്ടുണ്ട്. അയാൻ സഞ്ചരിച്ചിട്ടുള്ള ദൂരം ഡിസ്റ്റൻസ്, അയാൻ സഞ്ചരിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അയാൻ പോയിട്ടുള്ള മുഴുവൻ വഴിയും നമ്മൾ നോക്കണം. നമുക്കറിയാം ഇവിടെ 4, ഇവിടെ 5, ഇതൊരു ചതുരമായത് കൊണ്ട് തന്നെ ഇവിടെ 4 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അയാൻ പോയിട്ടുള്ളത് ഈ വഴിയാണ് അല്ലേ. ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 4 + 5 + 4 അതായത് 13 സെന്റിമീറ്റർ ആണ് അവിടെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. കണ്ടുപിടിക്കേണ്ടത് സ്ഥാനാന്തരമാണ്. നമുക്കറിയാം നമ്മുടെ അയാൻ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഡിയിലാണ് അല്ലേ. അയാൻ ആദ്യം എവിടെയായിരുന്നു? അയാൻ ആദ്യം എയിലായിരുന്നു. അയാൻ ഈ വഴി എങ്ങോട്ട് പോയിട്ടുണ്ട്? ഡിയിലേക്ക് പോയിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആകെ എങ്ങോട്ടാണ്? ആദ്യ സ്ഥാനം അവസാന സ്ഥാനത്തിലേക്ക് മാത്രമാണ്. ഇത് തമ്മിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ആ നീളത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് അല്ലേ. സോ ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം കണ്ടു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ടല്ല വരിക, ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉറപ്പായിട്ടും യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച മാർക്കൊന്നും നിങ്ങൾക്ക് തരില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, അത് മീറ്റർ ആണ് അല്ലേ. മീറ്റർ ആണ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഒരു ദിശ അളവാണ്, സദിശ അളവാണ് കേട്ടോ. അതായത് നമുക്കറിയാം ഇപ്പോൾ അയാൻ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അത് വലത്തേക്കാണ് അല്ലേ. വലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പ്ലസ് എന്ന് ചേർത്ത് പറയേണ്ടതുണ്ട്. ഇടത്തേക്കാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ, പഠിച്ച കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പറയും, പിന്നെ ഞങ്ങളൊരു പ്ലസ് ഒന്നും എടുത്ത് പറയാറില്ലല്ലോ എന്ന് പറയും അല്ലേ. പ്ലസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ പറയാറില്ല, പക്ഷെ ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ സാധാരണ നെഗറ്റീവ് എന്ന് പറയും. ഇപ്പം ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ വേണം എന്നുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സദിശ അളവുകൾ എന്ന് വിളിക്കുന്നത്. സോ ഹിയർ വി ഹാവ് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. നോക്കാം നമുക്ക്. അയാൻ സ്റ്റാർട്ട്സ് ഹിസ് ജേർണി ഫ്രം എ and ends at A. Okay, calculate the displacement. Very simple. അയാൻ തൻ്റെ യാത്ര എയിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവിടെ അയാൻ, നമ്മുടെ അയാൻ എന്ത് ചെയ്യാണ്? അയാൻ വെറുതെക്കാണോ? അല്ല, അയാൻ യാത്ര തുടരാണ് അല്ലേ. അയാൻ അവൻ്റെ യാത്ര എയിൽ നിന്ന് തുടങ്ങിയതായി സർക്കുലാർ പാത്തിലൂടെ പോയി അയാൻ എവിടെ തിരിച്ചെത്തി? എയിൽ തന്നെ തിരിച്ചെത്തുന്നു. വീട്ടിൽ നിന്ന് പോയിട്ട് വീട്ടിൽ തന്നെ തിരിച്ചെത്തി. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്ഥാനാന്തരമാണ്. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എങ്ങോട്ട് മാത്രമാണ്? ആദ്യ സ്ഥാനം അവസാന സ്ഥാനം. അയാൻ ആദ്യം എവിടെയാണ്? അയാൻ ആദ്യം വീട്ടിലാണ് അല്ലെ. അയാൻ ആദ്യം എയിലാണ്. അയാൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ ദൂരം സഞ്ചരിച്ച ശേഷം അയാൻ അവിടെ തന്നെ തിരിച്ചെത്തുന്നുണ്ട് അല്ലെ. അവിടെ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. സോ ആദ്യ സ്ഥാനം അവസാന സ്ഥാനവും സെയിം ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 0. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, അതാണ് അല്ലേ. ഓക്കെ, മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. സോ അടുത്ത ചോദ്യമാണ് അതാ കേട്ടോ. മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അടുത്ത ചോദ്യം ഇത് വേറെ ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയാൻ സ്റ്റാർട്ട്സ് ഹിസ് ജേർണി ഫ്രം എ ആൻഡ് എൻഡ്സ് അറ്റ് എ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നേരത്തെ ഇപ്പോഴത്തെ ചോദ്യം നമ്മൾ എന്താ വ്യത്യാസം? അവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റാണ് കണ്ടെത്തിയത്, ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ്. ഓക്കെ, അപ്പോൾ അയാൻ എവിടെയാണ് മക്കളെ? അയാൻ എയിലാണ്. അയാൻ എന്ത് ചെയ്യാണ്? അവൻ്റെ പരിപാടി തുടരുകയാണ്. എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ തിരിച്ചെത്തുന്നു. ഡിസ്പ്ലേസ്മെന്റ് 0 പക്ഷെ ഡിസ്റ്റൻസ് 0 ആവില്ല. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അയാൻ പോയ വഴി മുഴുവനും നമ്മൾ നോക്കണം. അയാൻ ഈ സർക്കുലാർ പാത്തിലൂടെ മുഴുവനായിട്ട് ഇങ്ങനെ പോവാണ്. സർക്കിളിൻ്റെ ചുറ്റുമാണ് ഇവൻ പോകുന്നത്. അതായത് ഈ സർക്കിളിൻ്റെ ചുറ്റളവ് നമുക്ക് നോക്കിയാൽ പോരെ. ആ അളവന്നല്ല അയാൻ ട്രാവൽ ചെയ്തിട്ടുള്ള ദൂരം നോക്കി. സർക്കിളിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? 2πr. അപ്പം നിങ്ങൾ വിചാരിക്കുക എനിക്ക് എവിടെ നിന്ന് അത് കിട്ടിയത്? ഇതിങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ 2πr ആണ്. അതായത് അതാണ് ഈ
ചുറ്റിലൂടെയാണ് പോയത്. അപ്പോൾ ചുറ്റളവ് കണ്ടെത്തിയാൽ മതി. സോ ഹിയർ വി ഹാവ് ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. പല കുട്ടികളും വിചാരിക്കും ഇത് πr² 2πr² എന്നൊക്കെയാണ്. അല്ല, അവിടെ ഏരിയ ആണ്, ഇത് ഏരിയ അല്ല, ചുറ്റിലൂടെയാണ് പോകുന്നത്. ഇവൻ ഇതിനുള്ളിലൂടെ മുഴുവൻ പോകുന്നുണ്ടോ? ഇല്ല, അവൻ ആകെ ഇതിന് ചുറ്റിലൂടെ മാത്രമാണ്. അപ്പോൾ ചുറ്റളവ് മാത്രം കണ്ടെത്തിയാൽ മതി. ദാറ്റ് ഈസ് 2πr അല്ലേ? എന്താണ് 2πr? ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. അടുത്തതാണ് വാട്ട് ഈസ് റിട്ടാർഡേഷൻ? ഈ മന്ദീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. മനസ്സിലാക്കി വെക്കണം. മന്ദീകരണം എന്ന് പറയുന്നത് സ്പീഡ് കുറയുന്നതിനെ വിളിക്കുന്നതാണ്. നമുക്ക് 2 ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ആക്സിലറേഷൻ്റെ മലയാളമാണ് ത്വരണം. മറ്റൊന്നാണ് റിട്ടാർഡേഷൻ എന്ന് വിളിക്കുന്നതാണ്. റിട്ടാർഡേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയും മന്ദീകരണം എന്നാണ് നമ്മളിതിനെ വിളിക്കുക. എന്താണ് മന്ദീകരണം? അപ്പോൾ എന്താണ് ആക്സിലറേഷൻ? നമ്മൾ വണ്ടിയിലൊക്കെ, നമ്മളെ ബൈക്കിലൊക്കെ റൈറ്റ് ഹാൻഡിലുള്ള ഒരു സാധനമല്ല, ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ വണ്ടി ഒറ്റ പോക്കറ്റ് പോകും അല്ലേ? അതായത് നമ്മൾ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആക്സിലറേറ്റർ നമ്മൾ കൊടുക്കുക. കാറിൽ നമ്മൾ റൈറ്റ് അല്ലെ, നമ്മൾ വലത്തെ കാലുകൊണ്ട് നമ്മൾ അമർത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ കാറിലൊക്കെ ആണെങ്കിൽ, അത് ചവിട്ടുമ്പോൾ എന്താ സ്പീഡ് കൂടും. അപ്പോൾ സ്പീഡ് കൂടാൻ വേണ്ടി നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കാറുണ്ട് അല്ലേ? ആ പ്രോസസ്സാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ത്വരണം. ഓക്കെ, അപ്പോൾ സ്പീഡ് കൂടുന്നതിനെ നമ്മൾ ത്വരണം എന്ന് വിളിക്കും. അപ്പോൾ സ്പീഡ് കുറയുന്നതിനെ നമ്മൾ വിളിക്കുക മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. അതിൻ്റെ മറ്റൊരു വാക്കായിട്ട് നമുക്ക് പറയാം ത്വരണം അല്ലല്ലോ, ത്വരണത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലേ? അങ്ങനെ നെഗറ്റീവ് ത്വരണം എന്ന് നമുക്കതിനെ വിളിക്കാം. പേരിതാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം. സ്പീഡ് കുറയുന്നതാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം. സ്പീഡ് കൂടുന്നതാണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. മന്ദീകരണത്തിൻ്റെ മറ്റൊരു പേരാണ് നെഗറ്റീവ് ആക്സിലറേഷൻ, അല്ലെങ്കിൽ നമുക്കതിനെ വിളിക്കാം നെഗറ്റീവ് ത്വരണം. സെറ്റാണല്ലോ? അപ്പോൾ അത് മറന്നു പോകരുത്. സിമ്പിളാണ്. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ദി SI യൂണിറ്റ് ഓഫ് റിട്ടാർഡേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും ആ നമ്പർ അങ്ങോട്ട് എഴുതി വെക്കും. എന്നിട്ട് അതിന് യൂണിറ്റ് ഒന്നും ആർക്കും എഴുതാണ്ടാവില്ല. മക്കൾ മനസ്സിലാക്കി വെക്കണം. റിട്ടാർഡേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ്റെ സെയിം യൂണിറ്റ് ആണ്. സോ ഹിയർ വി ഹാവ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം അത് മറന്നു പോകാൻ പാടില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. എന്താ ക്വസ്റ്റ്യൻ? സ്ഥാന സമയ ഗ്രാഫ്. അതായത് നമ്മുടെ കയ്യിൽ ഏത് ഗ്രാഫാണ് ഉള്ളത്? ST ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം എപ്പോഴും എക്സ് ആക്സിസിൽ വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ST ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഗ്രാഫ് ഉണ്ട്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ്, വാട്ട് ഇസ് സ്ലോപ്പ്? ഈ ഒരു ഗ്രാഫ് എത്രത്തോളം ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഇത് ചെരിഞ്ഞിട്ടല്ലേ? ഇതിപ്പോൾ എങ്ങനെയാണെങ്കിൽ ചെരിവൊന്നുമില്ല. ഇതാ ഇങ്ങനെ ചെരിവ് കൂടി 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 ഇത് അതുപോലെ ചെരിഞ്ഞിട്ടാണ് ഈ വര നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ചെരിഞ്ഞ് നിൽക്കുന്ന ഈ വരയുടെ സ്ലോപ്പ്, ഈ വരയുടെ ചെരിവ് എത്രയാണെന്നാണ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ ഉണ്ട്. പക്ഷെ ചോദ്യം അതല്ല. ഈ ST ഗ്രാഫിൻ്റെ ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക എന്നുള്ളതാണ്. അതാണ് ST ഗ്രാഫിൻ്റെ ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്. നമ്മുടെ കയ്യിൽ ഒരു VT ഗ്രാഫ് ഉണ്ട്. എന്താണ്? VT ഗ്രാഫ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഈ VT ഗ്രാഫിൻ്റെ ചെരിവ് ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്കെന്താ കിട്ടുക? ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ചൂസ് ചെയ്യാം കേട്ടോ. അതിലൊരാളാണ്, പക്ഷെ ആരാന്ന് ഞാൻ പറയില്ല. ക്വസ്റ്റ്യൻ ഇതാണ്. VT ഗ്രാഫിൻ്റെ ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളതാണ്. സോ ഇതാണ് ഓപ്ഷൻസ്. ഇതിലുണ്ട്, ആൻസർ കിടക്കുന്നുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇനിയും സമയമുണ്ട്, ആരും ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ഇന്ന് രാത്രി നടക്കുന്ന മെഗാ മാരത്തോൺ ലൈവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പോൾ ആരും സങ്കടപ്പെടേണ്ട. പിന്നെ ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളെല്ലാവരും നമ്മുടെ ലൈവിൽ വരിക, എല്ലാവരും പഠിക്കുക, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുക, നിങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതൊക്കെയാണ്. സോ മറക്കണ്ട, ഫ്രണ്ട്സിനോട് കൂടെ പറയാ ലൈവ് നടക്കുന്ന കാര്യം. ആരും സങ്കടപ്പെടേണ്ട. സങ്കടപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ ഇതുകൊണ്ട് അയച്ചു കൊടുത്തോ. ഒരു സന്തോഷിക്കട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ. സോ ഒരു സന്തോഷം കൂടി ഇവിടെ പറയാനുണ്ട്. ഓണമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സാമിന് പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് പല മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കി. യെസ്, അന്ന് തുടക്കം മുതൽ പഠിച്ചാൽ മതിയായിരുന്നു. ആകെ 2 ചാപ്റ്റർ ഉണ്ട്, എന്നിട്ട് എന്നെ കൊണ്ട് പഠിച്ചിട്ട് തീരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള മൈൻഡിൽ കുറേ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പോകുന്നുണ്ടാവും അല്ലേ? അപ്പോൾ
കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, മര്യാദക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് പറ്റുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ നിഞ്ച ബാച്ചിൽ ഓണം പ്രമാണിച്ച് ഓഫർ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഈ നമ്പറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ കേട്ടോ, നിങ്ങൾ ചോദിക്കുക, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. സോ നമുക്ക് ബാച്ചിൽ കാണാം. അതിന് മുന്നേ ഇന്ന് രാത്രി നടക്കുന്ന മെഗാ മാരത്തോൺ ലൈവ് ആരും മിസ്സാക്കണ്ട. സോ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.